Dear friends, welcome to Learn English Grammar with Madhu Mosh. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നൗൺ ക്ലോസിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സബോർഡിനേറ്റ് ക്ലോസുകളെ 3 തരത്തിൽ അറിയും: നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വർബിയൽ ക്ലോസ്. ഇതിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നൗൺ ക്ലോസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു നൗൺ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. സബോർഡിനേറ്റ് ക്ലോസുകളാണ് സാധാരണ നൗൺ ക്ലോസ് എന്നോ അഡ്ജക്റ്റീവ് ക്ലോസ് എന്നോ ആഡ്വർബ് ക്ലോസ് എന്നോ അറിയാം. മെയിൻ ക്ലോസിനെ നമ്മൾ അങ്ങനെ പ്രത്യേകമായി അവ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് പേരെടുത്ത് പറയാറില്ല. നൗൺ ക്ലോസിന് മെയിൻ ക്ലോസിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്നോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്നോ പ്രിൻസിപ്പൽ ക്ലോസ് എന്നോ പറയും. സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ കീഴെയുള്ളവരാണ് സബോർഡിനേറ്റുകൾ. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസുകൾ നൗൺ ക്ലോസോ അഡ്ജക്റ്റീവ് ക്ലോസോ ആഡ്വർബിയൽ ക്ലോസോ ആയിരിക്കും. അത് നൗൺ ക്ലോസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ഒരു ക്ലോസ്, ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഏതിൻ്റെ പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ പേര് വിളിക്കും. നൗണിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ നൗൺ ക്ലോസ് എന്ന് പറയും. അഡ്ജക്റ്റീവിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയും. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് അഡ്ജക്റ്റീവ് ക്ലോസിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സബോർഡിനേറ്റ് ക്ലോസ് അഡ്ജക്റ്റീവിൻ്റെ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിനെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയും. അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന സാധനം നാമവിശേഷണം എന്നാണ്. അതായത് അതിലെ മെയിൻ ക്ലോസിൻ്റെ, ആ വാചകത്തിലെ മെയിൻ ക്ലോസിൻ്റെ നാമത്തിനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആയിരിക്കും. അപ്പോൾ എന്താ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ? ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിലെ ഒരു നാമത്തിനെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ക്ലോസ് ആയിരിക്കും. അതാണ് നാമവിശേഷണ വാക്യം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ആ ബോർഡിലേക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഒരു വാചകം എഴുതിയിട്ടുണ്ട്. അത് നോക്കുക. ദ പെൻ വിത്ത് എ ബ്രോക്കൺ നിബ് ഈസ് മൈൻ. അപ്പം ഈ വിത്ത് എ ബ്രോക്കൺ നിബ് എന്നുള്ളത് ഒരു ഫ്രേസാണ്, അത് ക്ലോസ് അല്ല. ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഒറ്റ മെയിൻ ക്ലോസേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇതിൻ്റെ ഫ്രേസ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഇതിന് സബ്ജക്റ്റ് ഇല്ല, പ്രെഡിക്കേറ്റ് ഇല്ല. വിത്ത് എ ബ്രോക്കൺ നിബ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസാണ്, ഒരു കൂട്ടം വാക്കുകളാണ്, സബ്ജക്റ്റും വെർബും ഇല്ല. പക്ഷെ ഈ ഫ്രേസ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ വാചകം ഉണ്ടാക്കാം. ദ പെൻ ഈസ് മൈൻ. ദ പെൻ എന്നുള്ള സബ്ജക്റ്റും ഈസ് മൈൻ എന്നുള്ള പ്രെഡിക്കേറ്റും. അപ്പോൾ ഒരു മെയിൻ ക്ലോസ് മാത്രമുണ്ട്. പക്ഷെ ആ മെയിൻ ക്ലോസിൽ ഒരു നൗൺ ഫ്രേസും ഉണ്ട്, ഒരു ഫ്രേസ് ഉണ്ട്. ഇവിടെ കണ്ടു നിങ്ങൾ? പേനയുടെ പ്രത്യേകത അത് നൗൺ ഫ്രേസ് ആണ്. പേനയെ വിശേഷിപ്പിക്കുന്നതാണ്. പേന, നിപ്പ് പൊട്ടിയ പേന എൻ്റേതാണ്. പൊട്ടിയ നിപ്പോടെയുള്ള പേന എൻ്റേതാണ്. അതായത് ഇത് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഇതിലൊരൊറ്റ മെയിൻ ക്ലോസേ ഉള്ളൂ. ഈ മെയിൻ ക്ലോസിൽ ഇവിടെ ഒരു നൗൺ ഫ്രേസ് ആണുള്ളത്, ക്ലോസ് അല്ല. അപ്പോൾ ക്ലോസ് അല്ല എന്ന് പറയാൻ കാരണം എന്താ? ഇതൊരു മെയിൻ ക്ലോസിൽ നമുക്ക് ഇത് സബ്ജക്റ്റ് ദ പെൻ ഈസ് മൈൻ എന്നാണ് സബ്ജക്റ്റും വെർബും. ഇത് ഒരു ഫ്രേസാണ്, ഇതൊരു വിശേഷണമാണ്. അപ്പോൾ നൗൺ ഫ്രേസാണ്, നാമത്തിനെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഫ്രേസാണ്. സെയിം ടൈം നെക്സ്റ്റ് സെൻറ്റൻസ് ഒന്ന് നോക്കൂ നമ്മൾ. ദ പെൻ ഈസ് മൈൻ ഉണ്ട്. അപ്പോൾ മെയിൻ ക്ലോസ് ഉണ്ട്. ഇവിടെയോ വിച്ച്, ഏതൊന്ന്. ഏതൊന്നും എന്താ സാധനം? പെൻ തന്നെ. അപ്പം പെന്നിനെ വിശേഷിപ്പിക്കുന്നു. വിച്ച് എന്നുള്ളത് കൺജങ്ഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഫങ്ഷൻസ് ആസ് എ സബ്ജക്റ്റ് ഓഫ് ദ സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസിന്റെ സബ്ജക്റ്റുമാണ്, അതേസമയം ഇത് വാചകത്തിലെ കൺജങ്ഷനാണ്. കൺജങ്ഷൻ എന്തിനാ ഉപയോഗിക്കുക? ക്ലോസുകളെ കൂട്ടാനാണ് ഉപയോഗിക്കുക. അപ്പോൾ ദ പെൻ, ഏതൊന്ന് നിപ്പ് പൊട്ടിയിട്ടുണ്ടോ എൻ്റേതാകുന്നു. അതായത് നിപ്പ് പൊട്ടിയിട്ടുള്ള ഈ പേന എൻ്റേതാകുന്നു. ദ പെൻ ഈസ് മൈൻ എന്നുള്ള മെയിൻ ക്ലോസ്. വിച്ച് ഹാസ് എ ബ്രോക്കൺ നിബ് എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ്. പെണ്ണിനെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫ്രേസ്. ഈ നിപ്പ് പൊട്ടി എന്ന് പറയുന്നത് എന്തിനാണ്? പേനയ്ക്കാണ്. അപ്പോൾ പേനയ്ക്ക് എന്താ വിശേഷണം? നിപ്പ് പൊട്ടിയ പേന, അതാണ് അതിൻ്റെ വിശേഷം. അപ്പോൾ ചിറക് അറ്റ പക്ഷിയെ വിശേഷിപ്പിക്കുന്ന ക്ലോസ് പോലെ. ദ പെൻ വിച്ച് ഹാസ് എ ബ്രോക്കൺ നിബ് ഈസ് മൈൻ. മെയിൻ ക്ലോസിലെ സബ്ജക്റ്റ് ഇത്, വെർബ് ഇത് അവസാനം. അതേസമയം സബോർഡിനേറ്റ് ക്ലോസ് നടുക്ക് കിടക്കുന്നത്. സബോർഡിനേറ്റ് ക്ലോസിലെ പ്രെഡിക്കേറ്റ് ഹാസ് ബ്രോക്കൺ നിബ് എന്നുള്ള പ്രെഡിക്കേറ്റ്, വിച്ച് എന്നുള്ളത് സബ്ജക്റ്റുമാണ്, വാചകത്തിലെ കൺജങ്ഷൻ. അടുത്ത വാചകം ദ കാർ ദാറ്റ് ഐ യൂസ്. സബ്ജക്റ്റ് ദ കാർ,
ബിലോങ്സ് ടു മൈ ഫാദർ. ദ കാർ എൻ്റെ അച്ഛൻ്റേതാകുന്നു. ദാറ്റ് ഐ യൂസ് ഞാൻ ഉപയോഗിക്കുന്ന ഏതൊന്ന്. നമുക്ക് ദ കാർ കാറിൻ്റെ പ്രത്യേകത ഞാൻ ഉപയോഗിക്കുന്ന കാർ. കാറിനെ വിശേഷിപ്പിക്കുന്ന ഒരു ക്ലോസ് ഏതാണ്? ഐ യൂസ് ഉള്ള സബ്ജക്റ്റും വെർബും ക്ലോസ് ആണ്. ദാറ്റ് എന്നുള്ളത് കൺജങ്ഷൻ ആണ്. അതേസമയം ഇത് എന്തായിരിക്കുന്നു? ഈ ക്ലോസ് അങ്ങനെ എന്തായിരിക്കുന്നു? ഈ കാറിനെ വിശേഷിപ്പിക്കുന്നു. ഈ കാറിന്റെ പ്രത്യേകത എന്താ? ഞാൻ ഉപയോഗിക്കുന്ന കാർ. ആരുടേതാണ്? അച്ഛൻ്റേതാണ്. അപ്പോൾ മെയിൻ ക്ലോസ് ദ കാർ ബിലോങ്സ് ടു മൈ ഫാദർ എന്നുള്ള മെയിൻ ക്ലോസ്. ദാറ്റ് ഐ യൂസ് ഉള്ള സബോർഡിനേറ്റ് ക്ലോസ്. ഈ സബോർഡിനേറ്റ് ക്ലോസ് ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. കാരണം ഈ കാർ എന്നുള്ള നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ്. മൂന്നാമത്തെ വാക്യം ദ ഡോഗ് ദാറ്റ് ബൈറ്റ്സ് ഡസ് നോട്ട് ബാർക്ക്. കുറയ്ക്കുന്ന നായ കടിക്കില്ല എന്നുള്ള തന്നെയാണ് സാധനം. അതിലെ ദ ഡോഗ് ഡസ് നോട്ട് ബാർക്ക്, നായ കുരയ്ക്കുന്നില്ല. ഏതൊന്ന് കടിക്കുന്നു, അതായത് കടിക്കുന്ന നായ കുരയ്ക്കില്ല, കുരയ്ക്കുന്ന നായ കടിക്കില്ല എന്നൊരു അർത്ഥം. ദ ഡോഗ് ദാറ്റ് ബൈറ്റ്സ്, ബൈറ്റ്സ് ഉള്ള വെർബ്, ദാറ്റ് എന്നുള്ള കൺജങ്ഷനുമാണ്, സബ്ജക്റ്റും കൂടിയാണ്. ദ ഡോഗ് ഡസ് നോട്ട് ബാർക്ക് എന്നുള്ള മെയിൻ ക്ലോസ്. ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ്. ഡോഗിനെ വിശേഷിപ്പിക്കുന്ന ക്ലോസ് ആയതുകൊണ്ട് ഇതൊരു നാമവിശേഷണ വാക്യമാകുന്നു. അടുത്തത് ഹിയർ ഈസ് എ ബുക്ക് ദാറ്റ് യു വാണ്ട്. ഹിയർ ഈസ് എ ബുക്ക്, ഇത് മെയിൻ ക്ലോസ് ആണ്. ഹിയർ, ഇവിടെ ഒരു പുസ്തകമുണ്ട്. ഏതൊന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു, നിങ്ങൾ ആവശ്യപ്പെടുന്ന പുസ്തകം ഇവിടെയുണ്ട്. അപ്പൊ ബുക്കിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ആവശ്യപ്പെടുന്ന പുസ്തകം. ബുക്കിനെ വിശേഷിപ്പിക്കുന്നു. എന്താ ഈ ബുക്കിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകം. ഇത് സബോർഡിനേറ്റ് ക്ലോസ്. ഇത് സബ്ജക്റ്റ് വെർബ്. സബോർഡിനേറ്റ് ക്ലോസ് സബ്ജക്റ്റ് വെർബ്. ഇത് കൺജങ്ഷൻ. ഇത് മെയിൻ ക്ലോസ്. അപ്പോൾ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും എല്ലാ വാചകങ്ങളും മിക്കവാറും കോംപ്ലക്സ് സെന്റൻസുകളായിരിക്കും. എക്സെപ്റ്റ് ദിസ് വൺ. ഇത് ഞാൻ പറഞ്ഞ ഒരു സിമ്പിൾ സെന്റൻസ് മാത്രമാണ്. ഇനി അടുത്തത് ഐ റിമെമ്പർ ദ ഹൗസ്. ഞാൻ ആ വീടിനെ ഓർക്കുന്നു. എവിടെ ഐ വാസ് ബോൺ, ഞാൻ എവിടെയാണോ ജനിച്ചു വളർന്നത് അത് ഞാൻ ഓർക്കുന്നു. ഐ റിമെമ്പർ ദ ഹൗസ്, ഞാൻ ആ വീടിനെ ഓർക്കുന്നു. ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്ലോസ് ആണ്. എവിടെയാണോ ഞാൻ ജനിക്കപ്പെട്ടത്, ഹൗസിന്റെ പ്രത്യേകത എന്താ? എവിടെയാണോ ഞാൻ ജനിക്കുന്നത് അത് വീടിനെ വിശേഷിപ്പിക്കണം. വീടിനെ വിശേഷിപ്പിക്കുന്ന നാമത്തിനെ വിശേഷിപ്പിക്കുന്ന ക്ലോസ് ആയതുകൊണ്ട് നാമവിശേഷണ വാക്യം ഇതാണ്. സബോർഡിനേറ്റ് ക്ലോസ് ഇതാണ്. മെയിൻ ക്ലോസ് ഇതാണ്. അപ്പോൾ ഒരു വാചകത്തിലെ സബോർഡിനേറ്റ് ക്ലോസ് നടുക്ക് വരിക, മെയിൻ ക്ലോസിന്റെ സബ്ജക്റ്റ് ആദ്യം പ്രെഡിക്കേറ്റ് അവസാനമായിട്ടും വരാം. അങ്ങനെ വാചകങ്ങളുണ്ട്. ആ വാചകങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എഴുതി പഠിക്കുക. എഴുതി പഠിച്ചാൽ ഇത് മനസ്സിലാവും. അടുത്തത് പീപ്പിൾ ഹൂ ലിവ് ഇൻ ദ ഗ്ലാസ് ഹൗസ്. ചില്ലുവീട്ടിൽ ജീവിക്കുന്ന ആളുകൾ ഷുഡ് നോട്ട് ത്രോ സ്റ്റോൺസ്, കല്ലെറിയരുത്. അപ്പോൾ നമുക്ക് പീപ്പിൾ ഹൂ ലിവ് ഇൻ ദ ഗ്ലാസ് ഹൗസ്, ചില്ലുമേടയിൽ ജീവിക്കുന്നവർ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ജനങ്ങളുടെ പ്രത്യേകത ഈ പീപ്പിൾ എന്നുള്ള നാമത്തിനെ വിശേഷിപ്പിക്കുന്ന ക്ലോസ് ഇത് അഡ്ജക്റ്റീവ് ക്ലോസ്. പീപ്പിൾ ഷുഡ് നോട്ട് ത്രോ സ്റ്റോൺസ്. ഇത് മെയിൻ ക്ലോസിന്റെ സബ്ജക്റ്റ്, മെയിൻ ക്ലോസിന്റെ പ്രെഡിക്കേറ്റ് ഇവിടെ ഷുഡ് നോട്ട് ത്രോ സ്റ്റോൺസ്. ജനങ്ങൾ കല്ലെറിയരുത്. ഏതൊരുവരാണോ ഗ്ലാസ് ഹൗസിൽ ഇരിക്കുന്നത്, ജനങ്ങളുടെ പ്രത്യേകത എന്താ? ചില്ല് വീട്ടിലിരിക്കുന്നവർ, അതാണ് പീപ്പിൾ. പീപ്പിളിനെ വിശേഷിപ്പിക്കുന്ന ഈ ക്ലോസ് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. മെയിൻ ക്ലോസ് ഇതാണ്. സബോർഡിനേറ്റ് ക്ലോസ് ഇതാണ്. അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഈ എക്സാമ്പിളുകൾ നിങ്ങൾ നല്ല പോലെ എഴുതി പഠിക്കുക. വീണ്ടും വീണ്ടും എഴുതി പഠിക്കുക. എന്നിട്ട് ഈ ഇതിൽ നോക്കാതെ തന്നെ നിങ്ങൾ എഴുതി നോക്കുക എങ്ങനെയാണ് സബോർഡിനേറ്റ് ക്ലോസ് കാണുന്നത്, ഈ സബോർഡിനേറ്റ് ക്ലോസ് എങ്ങനെയാണ് അഡ്ജക്റ്റീവ് ക്ലോസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് സ്വയം ഒന്ന് വിലയിരുത്തിയാൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നൗൺ ക്ലോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ ക്ലോസിനെ കുറിച്ച് ഒന്നുകൂടിയും പറയാം. തുടർന്ന് ഞാൻ അഡ്ജക്റ്റീവ് ആഡ്വേർബ് ക്ലോസിനെ കുറിച്ച് പറയാം. അതോടുകൂടി നമുക്ക് ക്ലോസിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞു. അപ്പോൾ ആ ക്ലോസുകൾ വെച്ചിട്ട് നമുക്കിനി സിമ്പിൾ സെന്റൻസോ കോമ്പൗണ്ട് സെന്റൻസോ കോംപ്ലക്സ് സെന്റൻസോ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസോ എഴുതി പഠിക്കാം. ഇന്നത്തെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ് കൂടുതൽ ആൾക്ക് ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.